സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാഹുൽ സദാശിവൻ എഴുതി സംവിധാനം ചെയ്ത ചിത്രം ഡൈസ് എറേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതായത് ഭൂതകാലം ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം. പുള്ളി ചെയ്യുന്നത് എല്ലാ ഒരു ഹൊറർ മൂഡിൽ ഉള്ള പടങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രണവ് മോഹൻലാൽ, ജയൻ കുറുപ്പ്, മനോഹർ ജോയ്, അരുൺ അജിത് കുമാർ തുടങ്ങിയവരാണ്. ഒരു ഹൊറർ മിസ്റ്ററി ചിത്രമാണെങ്കിലും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ ചിത്രം രാഹുൽ സദാശിവൻ ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം എനിക്ക് കണ്ടപ്പോൾ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചിത്രമായിട്ടാണ് തോന്നിയത്. ഈ ചിത്രത്തില് കഥക്കല്ല കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, എടുത്തിരിക്കുന്ന രീതിയിലാണ് രാഹുൽ സദാശിവൻ ഈ ചിത്രത്തെ ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ കഥയുമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല, കാരണം കൂടുതലും സ്പോയിലർ ആകും. അതുകൊണ്ടാണ് പടം തുടങ്ങി കുറച്ച് സീനുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നീട് വരുന്നത് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന, അതായത് നമ്മളെ സീറ്റിൽ മുൾമുനയിൽ ഇരുത്തുന്ന രീതിയിലുള്ള സീനുകളാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രണവ് മോഹൻലാൽ ചെയ്തിരിക്കുന്ന കഥാപാത്രം കിടിലാണ്. ഈ ചിത്രത്തിന് ആപ്റ്റാണ് അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നിയത്. ഓരോ സീനിലും അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തുടങ്ങുന്നത് ഒരു സ്ലോ മൂഡിലാണ് ആദ്യം പോകുന്നത്. മൊത്തത്തിൽ തന്നെ ചിത്രത്തിന് ഭയങ്കര സ്ലോ മൂഡ് തന്നെയാണ്. അത് ഓരോ സീനിനും അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് സംവിധായകൻ ചെയ്തിരിക്കുന്നത്. പ്രണവ് മോഹൻലാൽ താമസിക്കുന്ന ആ വീട്ടിലെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിലെ കഥ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. സെക്കൻഡ് ഹാഫിൽ വേറെ രീതിയിലാണ്, നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് കഥ പോകുന്നത്. ക്ലൈമാക്സ് രംഗങ്ങളും അതെല്ലാം അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് പോകുന്നത്. നമ്മൾ പണ്ട് കണ്ട വെള്ളസാരി ഉടുത്ത നടക്കുന്ന പ്രേതത്തെ അല്ല ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. അത് വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് സംവിധായകൻ ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റോ സേവ്യറിന്റെ ബീജിയവും അതുപോലെ തന്നെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ കിടിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ സീനിനും അതിനനുസരിച്ച് ഇപ്പൊ സൈലൻസിന് ആവശ്യമുണ്ടെങ്കിൽ സൈലൻസ്, ഹൊറർ പറ്റിയുള്ള സമയത്താകുമ്പോൾ ഹൊറർ, ആ ബാക്ക്ഗ്രൗണ്ടിന്റെ ഇത് ഓരോ സീനിനും അത്ര ഇമ്പോർട്ടന്റ്, അത്ര നോക്കിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ എഡിറ്റിംഗ് തന്നെയാണ്. അത് ചെയ്തിരിക്കുന്ന ഷെരീഫ് അലി മുഹമ്മദ് നല്ല മികച്ച രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഷഹനാസ് ജലാലിന്റെ ക്യാമറ വർക്ക് അത് കിടിലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏകദേശം 2 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രമാണ് ഇത്. അത് മികച്ച ഒരു തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണുന്നതായിരിക്കും നല്ലത്. തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ വർത്ത്ഫുൾ സിനിമയാണിത്. ഞാൻ അത് കണ്ടത് പ്രീമിയർ ഷോ ആയിരുന്നു. തൃപ്പൂണിത്തുറ സെൻട്രൽ ടാക്കീസിൽ രാത്രി 9:30 ഞാനിത് കണ്ടത്. ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് തന്നെയായിരുന്നു ഈ ചിത്രത്തിൽ കാണികളിൽ നിന്ന് ഉണ്ടായത്. എനിക്ക് ചിത്രം തീർച്ചയായും ഇതൊരു മസ്റ്റ് വാച്ച് ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ചിത്രം ഫസ്റ്റ് ഹാഫിനൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫ് തന്നെയാണ്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കിടിലനായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു സിനിമ വിശേഷമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.